കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി ഈ ഭൂമി ഉരുളുന്നത് ആ തുകൽപന്തിന്റെ താളത്തിനൊപ്പമാണ്. 48 രാജ്യങ്ങൾ നെഞ്ചേറ്റിയ കനക കിരീട സ്വപ്നമിത ഇപ്പോൾ വെറും 4 ടീമുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 റാങ്കുകാർ സെമി ഫൈനലിൽ നേർക്കുനേർ വരുമ്പോൾ അത് വെറും ഒരു മത്സരമല്ല, മൈതാനത്തെ ചോരയും നീരും ഇറ്റിക്കുന്ന മാസ്മരിക യുദ്ധമായിരിക്കും. ഈ ലോകകപ്പിൽ ഏറ്റവും മനോഹരമായ ഫുട്ബോൾ കാഴ്ചവെച്ച സ്പെയിനും ഫ്രാൻസും സെമിയിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ശരിക്കും ഒരു അകാല ഫൈനലിന് തുല്യമാണ്. ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു സ്ട്രൈക്കിംഗ് നിര തന്നെയാണ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ കരുത്ത്. കാറ്റിനേക്കാൾ വേഗത്തിൽ കുതിക്കുന്ന പ്രതിരോധ കോട്ടകളെ അനായാസം കബളിപ്പിക്കുന്ന കിലിയൻ എംബാപ്പയുടെ പ്രകടനങ്ങൾ ഈ ലോകകപ്പിൽ കായിക ലോകത്തിന് സമ്മാനിച്ചത് അത്രമേൽ മനോഹരമായ നിമിഷങ്ങളാണ്. അവനൊപ്പം ഒസ്മാൻ ഡെംബലെയും മൈക്കൽ ഒലീസയും കൂടെ ചേരുമ്പോൾ ഫ്രഞ്ച് പടയുടെ ആക്രമണത്തിന് മൂർച്ചയേറും. എന്നാൽ ആദ്യ കളി മുതൽ സെമി വരെ എത്തി നിൽക്കുമ്പോൾ സ്പെയിനിന്റെ കളിയിലുണ്ടായ മാറ്റം പ്രകടമാണ്. മികച്ച ഒത്തിണക്കമുള്ള ടീം വർക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ ഓരോ മാച്ചും. പരമ്പരാഗതമായി കാത്തു സൂക്ഷിച്ച ടിക്കി ടാക്കയുടെ ശൈലി മാറ്റി നിർത്തി വിങ്ങിലൂടെ കളി മെനയാൻ അവർക്ക് കൂട്ട് യുവ പ്രതിഭ ലാമിൻ യമാലാണ്. ഫുട്ബോൾ ലോകത്ത് ഇനിയുമേറെ കാലം ഭരിക്കാനുള്ള ചങ്കുറപ്പോടെയാണ് ആ പയ്യന്റെ വരവ്. ഗോൾ ശ്രമങ്ങളും കൃത്യതയാർന്ന അസിസ്റ്റുകളുമാണ് ലാമിന്റെ പ്രത്യേകത. സ്പെയിൻ ഉയർത്തുന്ന മറ്റൊരു വെല്ലുവിളി ചരിത്രമാണ്. വലിയ വേദികളിൽ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ വന്ന ഒറ്റ മാച്ചിൽ പോലും ഫ്രാൻസിന് സ്പെയിനിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാർക്കിത് വെറും ഒരു മത്സരമല്ല, ഒരു കടുത്ത മധുര പ്രതികാരത്തിനുള്ള പോരാട്ടം കൂടിയാണ്. മറുഭാഗത്ത് അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് ഒരു അഗ്നി പരീക്ഷണം ആകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സെമിയിലെത്തിയ മറ്റു ടീമുകളെ വെച്ച് നോക്കുമ്പോൾ അർജന്റീന അത്ര വലിയ ഫോമിലാണെന്ന് പറയാൻ കഴിയില്ല. പോരാട്ടത്തിന് ഈ ലോകകപ്പിൽ ടോപ്പ് 10 ഉൾപ്പെട്ട ഒരു ടീമുമായി പോലും കളിക്കാതെയാണ് അർജന്റീനയുടെ സെമി പ്രവേശം. ഓരോ എതിരാളികൾക്കും അനുസരിച്ച തന്ത്രങ്ങൾ മെനയുന്ന സ്കലോണിയുടെ മാന്ത്രിക ചെപ്പ് ഇംഗ്ലണ്ടിനെതിരെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം കടുത്ത പരീക്ഷണങ്ങളും കടമ്പകളും താണ്ടി നല്ല മിന്നും പ്രകടനത്തോടെയാണ് ഹാരി കെയ്നിന്റെ സംഘം ലോക ജേതാക്കളെ നേരിടാനെത്തുന്നത്. കളി മെനയുന്ന ഹാരി കെയ്നിലും ജൂഡ് ബെല്ലിംഗ്ഹാമിലുമാണ് ഇംഗ്ലണ്ട് ആരാധകർ പ്രതീക്ഷ വെക്കുന്നത്. നിലവിലെ കളി വെച്ച് നോക്കുമ്പോൾ അർജന്റീനയേക്കാൾ മികച്ച കളി മെനഞ്ഞ ഇംഗ്ലണ്ടിന് ജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി ടോപ്പ് 2 ദൂരത്തേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കഴിഞ്ഞ ലോകകപ്പിന്റെ ആവർത്തനമായി അർജന്റീനയും ഫ്രാൻസും നേർക്കുനേർ വരുന്ന ഒരു ക്ലാസിക് ഫൈനൽ ക്ലൈമാക്സ് ഉണ്ടാകുമോ, അതോ മൈതാനത്ത് സ്പെയിനിന്റെയും ഇംഗ്ലണ്ടിന്റെയും താണ്ഡവമാണോ നടക്കുക? നമുക്ക് കാത്തിരിക്കാം ചരിത്രം കുറിക്കപ്പെടാൻ പോകുന്ന ആ മാസ്മരിക നിമിഷങ്ങൾക്കായി.